അസ്സലാമു അലൈക്കും. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത സൃഷ്ടാവ് ആദം നബിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്നുള്ളത് നമുക്കോ അധ്യായം 2 സൂറ അൽ ബക്കറയിൽ 31 മുതൽ 38 വരെയുള്ള ഭാഗങ്ങൾ. അവൻ അള്ളാഹു ആദമിന്റെ നാമങ്ങളെല്ലാം പഠിപ്പിച്ചു. പിന്നീട് ആയിട്ടവയെ അവൻ മലക്കുകൾക്ക് കാണിച്ചു. എന്നിട്ട് അവൻ ആജ്ഞാപിച്ചു, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അപ്പൊ മലക്കൾ പറഞ്ഞു, നിനക്ക് സ്തോത്രം, നീ പഠിപ്പിച്ചു തന്നതല്ലാതെ യാതൊരു അറിവും ഞങ്ങൾക്കില്ല. നീ തന്നെ സർവജ്ഞനും അഗാധജ്ഞാനിയും. അനന്തരം അവൻ അള്ളാഹു പറഞ്ഞു, ആദമേ, ഇവർക്ക് അവയുടെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ ആദം അവർക്ക് ആ നാമങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹു പറഞ്ഞു, ആകാശഭൂമികളിലെ അദൃശ്യ കാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും എല്ലാം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ആദമിനെ നിങ്ങൾ പ്രണമിക്കുക എന്ന് നാം മലക്കളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവർ പ്രണമിച്ചു, ഇബ്ലീസ് ഒഴികെ. അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികൾ പെട്ടവനായിരുന്നു. അപ്പൊ ആദം നബിനോട് അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യം ഞാൻ അറിയും, ഞാൻ നിങ്ങൾക്ക് ചുറ്റും വലയം ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ നന്മയും തിന്മയും നിങ്ങളുടെ തെറ്റും എല്ലാം ഞാൻ അറിയുന്നുണ്ട്, നിങ്ങൾ ഹൃദയത്തിലുള്ളതും അറിയുന്നുണ്ട്, പുറത്തുള്ളതും അറിയുന്നുണ്ട്, ഒക്കെ അറിയുന്നു ആദം നബിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുകയും അതിൽ നിന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിങ്ങൾ സുഭിക്ഷമായി ഇരുവരും ഭക്ഷിച്ചു കൊള്ളുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്, എങ്കിൽ നിങ്ങൾ ഇരുവരും അതിക്രമകാരികളായിത്തീരും എന്ന് നാം ആജ്ഞാപിച്ചു. അപ്പൊ അവരുടെ ആ വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോകരുത്, ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിശാച് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അവരാ പഴം ഭക്ഷിച്ചു, അവരെ അതിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്തു. എന്നാൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോവുക, നിങ്ങളിൽ ചിലർ ശത്രുക്കളാവുന്നു. നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും. അനന്തരം ആദം തന്റെ രക്ഷിതാവിൽ നിന്നുള്ള ചില വചനങ്ങൾ സ്വീകരിച്ചു. ആ വചനങ്ങൾ മുഖേന പശ്ചാത്തപിച്ച് ആദമിന് അള്ളാഹു പാപമോചനം നൽകി. അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായിരുന്നു. ഇനി ഇവിടെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം.